ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് റിയാസ്. നിഫ്റ്റി ഇന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം കുറേ സമയം ആ ലെവലിൽ കൺസോൾട്ടേറ്റ് ചെയ്തു. അതിനുശേഷം നല്ല രീതിയിലൊരു ഫോൾ ഉണ്ടായി. പിന്നീട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഏകദേശം 2 പോയിന്റ് അപ്പായിട്ട് 15,692 ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി 126 പോയിന്റ് അപ്പായിരുന്നു, 35,198 ക്ലോസ് ചെയ്തത്. ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കിയാൽ അഡ്വാൻസസ് 27, ഡിക്ലൈൻസ് 22. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സും ടോപ്പ് ലോസേഴ്സും എടുത്ത് നോക്കിയാൽ ടോപ്പ് ഗെയിനേഴ്സിൽ അൾട്രാടെക് സിമെന്റ് 2.47%, ഗ്രാസിം 2.34%, ശ്രീ സിമെന്റ് 1.89%. അതേപോലെ ടോപ്പ് ലോസേഴ്സിന് എടുത്ത് നോക്കിയാൽ അദാനി പോർട്ട് 1.45%, BPCL 1.36%, ഭാരതി എയർടെൽ 1.24% ഡൗൺ ആയിരുന്നു. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ റിയൽറ്റി ഇൻഡെക്സ് 3.5% അപ്പായിരുന്നു. പക്ഷേ IT, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടേഴ്സ് നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആവള്ളി ചാർട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങളായി കാണുന്നതാണ്. ആ ഒരു റേഞ്ചിൻ്റെ ഇടയിലാണ് മാർക്കറ്റ് ഇപ്പോഴും ഉള്ളത്. മൂന്നാമത്തെ പ്രാവശ്യം ആ സെയിം ലെവലിൽ സപ്പോർട്ട് എടുക്കുന്നതാണ് കണ്ടത്. മാർക്കറ്റ് നല്ല രീതിയിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് വീണു. വീണ്ടും ആ ലെവലിൽ ഒരു സപ്പോർട്ട് എടുത്ത ശേഷം ഒരു അപ്പ് മൂവ്മെന്റ് കാണിച്ചു. നിങ്ങൾക്ക് ഇൻട്രാഡേ ചാർട്ട് എടുത്ത് നോക്കിയാൽ ആ ലെവൽസ് വീണ്ടും സസ്റ്റെയിൻ ചെയ്യുന്നത് കാണാൻ പറ്റും മൂന്നാമത്തെ പ്രാവശ്യം കൂടി. ബാങ്ക് നിഫ്റ്റി നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു റേഞ്ചിൻ്റെ ഇടയിൽ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള മൂവ്മെന്റ് ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിലെടുത്ത് ചെറിയൊരു അപ്പ് മൂവ്മെന്റ് കാണിച്ചിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ട്രേഡിംഗ് ഡേയ്സിൽ ആ സപ്പോർട്ട് ലൈന് ബ്രേക്ക് ആവുകയാണെങ്കിൽ നമുക്ക് അടുത്ത ലെവലിൽ പ്രതീക്ഷിക്കാം. ഞാൻ മുമ്പ് ഷെയർ ചെയ്ത 50 മിനിറ്റ് ചാർട്ടിലും ആ ലെവലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത പേടിഎമ്മുമായി ബന്ധപ്പെട്ടാണ്. പേടിഎമ്മിന് ഷെയർ ഹോൾഡേഴ്സിൽ നിന്നുള്ള ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് 12,000 കോടി രൂപ സമാഹരിക്കാൻ വേണ്ടി. അതുകൂടാതെ അതിന്റെ ഫൗണ്ടറായ വിജയ് ശേഖറിനെ പ്രൊമോട്ടറിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു പെർമിഷൻ, ഈ രണ്ട് കാര്യങ്ങളിലുള്ള പെർമിഷൻ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പേടിഎം അടുത്ത് തന്നെ DRHP സമർപ്പിക്കുന്ന ആൻസബിക്ക് IPOന്റെ ആദ്യ സ്റ്റെപ്പായിട്ട്. ഇന്ത്യ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ IPOയിൽ ഒന്നായിരിക്കും പേടിഎമ്മിൻ്റെത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു IPO ആണ് പേടിഎമ്മിൻ്റെ വരാൻ പോകുന്നത്. വിജയ് ശങ്കർ പ്രൊമോട്ടർ സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും കമ്പനിയുടെ ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, CEO ആയി തുടരുന്നതാണ്. പേടിഎമ്മിൻ്റെ ഇപ്പോഴത്തെ പ്രധാന ഷെയർ ഹോൾഡേഴ്സായ ആലിബാബ ഗ്രൂപ്പ് 38% ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ് ബാങ്ക് 18.73%, എലിവേഷൻ ക്യാപിറ്റൽ 17.65% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇവർ IPOക്ക് മുന്നോടിയായിട്ട് ചില മാനേജ്മെന്റിലും ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത ഫ്ലിപ്കാർട്ടുമായി ബന്ധപ്പെട്ടാണ്. ഫ്ലിപ്കാർട്ട് 3.6 ബില്യൺ ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ട്. സെയിം ഫീൽഡിലുള്ള വെൽ ക്യാപിറ്റലൈസ്ഡ് ആയിട്ട് ആമസോൺ, റിലയൻസ്, ടാറ്റ ഗ്രൂപ്പ് ഇവരുമായി മത്സരിക്കാൻ വേണ്ടി ഈ ഒരു ക്യാപിറ്റൽ റൈസിംഗ് അവർക്ക് അത്യാവശ്യം ആയിരുന്നു. ഈ ഫണ്ടിങ്ങിൽ കാനഡ പെൻഷൻ പ്ലാൻ ഇൻവെസ്റ്റ്മെന്റ് ബോർഡ്, സിംഗപ്പൂർ ഗവൺമെന്റിന്റെ സോവറിൻ വെൽത്ത് ഫണ്ട് GIC, സോഫ്റ്റ് ബാങ്കിന്റെ വിഷൻ ഫണ്ട് 2, വാൾമാർട്ട് നിങ്ങൾക്കറിയാം ഫ്ലിപ്കാർട്ടിന്റെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡറാണ്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് കാണാനുള്ള സോഫ്റ്റ് ബാങ്ക് ആയിട്ട് ബന്ധപ്പെട്ടാണ്. സോഫ്റ്റ് ബാങ്ക് 2.7 ബില്യണിന് വാങ്ങിയ ഷെയർസ് 2017 വാങ്ങിയത് വാൾമാർട്ട് ഏറ്റെടുത്തപ്പോൾ 4 ബില്യണിന് വിറ്റ് ഒഴിവാക്കിയതാണ്. ഇപ്പോൾ വീണ്ടും അവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്.